ഇരിങ്ങാലക്കുട കാരുകുളങ്ങര നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ജാതി വിവേചനം എന്ന ആരോപണം ശരിവച്ച് ക്ഷേത്രത്തിലെ മുൻ ഭരണസമിതി അംഗങ്ങൾ നിറത്തിന്റെ പേരിൽ അധിക്ഷേപിക്കപ്പെട്ട മുൻ മേൽശാന്തി സത്യനാരായണന്റെ പരാതി ശരിയാണെന്നും സത്യനാരായണനെ അനുകൂലിച്ചതിന്റെ പേരിൽ മർദ്ദനമേൽക്കേണ്ടി വന്നതായും മുൻ സെക്രട്ടറി ജലജ എസ് മേനോൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ജലജയെ മർദ്ദിച്ചതും NSS പ്രവർത്തകർ ക്ഷേത്രം കയ്യേറുന്നതും പോലീസ് നോക്കി നിന്നുവെന്നും മുൻ ഭരണസമിതി അംഗങ്ങൾ പറയുന്നു. ന്യൂസ് മലയാളം ദ ബിഗ്ഗസ്റ്റ്. ഇരിങ്ങാലക്കുട കാരുകുളങ്ങര നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ മുൻ മേൽശാന്തി BV സത്യനാരായണന് നിറത്തിന്റെ പേരിൽ അധിക്ഷേപം നേരിട്ട വാർത്ത കഴിഞ്ഞ ദിവസമാണ് ന്യൂസ് മലയാളം പുറത്തുവിട്ടത്. തന്നെ പൂണൂലിട്ട പുലയൻ എന്ന് വിളിച്ച മുൻ ഭരണസമിതി അംഗങ്ങൾ മറ്റു ഭക്തരോടും ജാതി വിവേചനം നടത്തിയതായും മുൻ മേൽശാന്തി സത്യനാരായണൻ പറഞ്ഞിരുന്നു. ഇത് ശരിയാണെന്ന് ആവർത്തിക്കുകയാണ് ക്ഷേത്രത്തിലെ മുൻ സെക്രട്ടറി ആയിരുന്ന ജലജ എസ് മേനോൻ. അമ്പലത്തിൽ തൊഴാൻ വരുന്ന ആൾക്കാരെടുത്തും ആ കാസ്റ്റ് പറഞ്ഞിട്ടുള്ള അത് വല്ലാണ്ട് അധിക്ഷേപം തന്നെയാണ് എല്ലാവരുടെ അടുത്തും. എന്നാൽ അവരുടെ കയ്യിൽ നിന്ന് പിരിവ് വാങ്ങാനോ പൈസ വാങ്ങാനോ ഒന്നും യാതൊരു വിഷമവുമില്ല. പക്ഷെ അവർ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ വേറൊരു തരം സ്വഭാവമാണ്. കാരണം അവർ നല്ല രീതിയിലല്ല ട്രീറ്റ് ചെയ്യുക. അപ്പം നമ്മൾ വരുന്നത് ഭക്തജനങ്ങളാണ്, നമ്മൾ ആ രീതിയിലല്ലേ ട്രീറ്റ് ചെയ്യേണ്ടത്, അങ്ങനെയല്ല ചെയ്യുക. അത് വേറൊരു വിഭാഗം ആൾക്കാർ എന്നുള്ള നിലയ്ക്ക് എന്തോ ഒരു അയിത്തം കാണിച്ച് മാറ്റി നിർത്തുന്ന ഒരു സ്വഭാവമാണ് അവർക്കുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിതിനെ എതിർത്തായിരുന്നു. നമുക്കിതിനോട് താല്പര്യമില്ല. ഞാൻ പറഞ്ഞു നമുക്ക് നാട്ടുകാരെല്ലാവരും വേണം, എല്ലാ ഭക്തജനങ്ങളും വേണം, ഇന്ന ആളെന്നില്ല അവിടെ. അപ്പോൾ അതിലൊക്കെ എന്നോട് ഭയങ്കരമായിട്ട് ദേഷ്യമുണ്ട്. കാരണം ഞാൻ ഇവരുടെ കൂടെ നിൽക്കണില്ല. അപ്പം എന്നോട് ചോദിക്കാൻ നിങ്ങൾ നായരാണോ എന്നാണ് ചോദിക്കാറ്. ചാഴൂർ കോവിലകത്തിന്റെ ഉടമസ്ഥതയിലുള്ള ക്ഷേത്രഭരണം പിടിക്കാനുള്ള നീക്കം എതിർത്തതിനെ തുടർന്നാണ് നായർ സർവീസ് സൊസൈറ്റി അംഗങ്ങൾ സത്യനാരായണനെ അധിക്ഷേപിച്ചതെന്നാണ് ജലജ പറയുന്നത്. ക്ഷേത്ര ഭരണസമിതിയിൽ ഉൾപ്പെട്ട NSS അംഗങ്ങളുടെ നീക്കങ്ങൾ സെക്രട്ടറി ആയിരുന്ന ജലജ എതിർത്തിരുന്നു. ഇതിനെ അനുകൂലിച്ചതിന്റെ പേരിലാണ് സത്യനാരായണന് അധിക്ഷേപം നേരിട്ടതെന്നും ജലജയ്ക്ക് മർദ്ദനമേൽക്കേണ്ടി വന്നതെന്നും ക്ഷേത്ര കമ്മിറ്റിയിലെ മുൻ ഭാരവാഹികൾ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. അധികാരം കിട്ടാൻ വേണ്ടി ഇവര് എന്തും ചെയ്യും. അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സ്ത്രീയെ മർദ്ദിക്കുന്നതൊക്കെ ഞങ്ങൾ കണ്ടുനിൽക്കുന്നതാണ്. ഞങ്ങൾക്ക് ഒരു അമ്പലം തിരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങളെ ഒരു 10 ആൾക്ക് ഭരണം ഏൽപ്പിച്ചു. അപ്പോൾ ഞങ്ങൾ എങ്ങനെയെങ്കിലും അവിടുന്ന് ചവിട്ടി പുറത്താക്കണം. അതേമാതിരി അതവർ ചെയ്തു. സത്യനാരായണനും മറ്റുള്ളവർക്കുമെതിരെയുള്ള വിവേചനങ്ങളിൽ പ്രതിഷേധിച്ചും ക്ഷേത്രം കയ്യേറാനുള്ള നീക്കങ്ങളിൽ വിയോജിച്ചും ജലജ നായർ സർവീസ് സൊസൈറ്റിയിലെ അംഗത്വം രാജിവെച്ചു. വിഷയത്തിൽ NSS താലൂക്ക് യൂണിയനുമായും വിവിധ രാഷ്ട്രീയ നേതാക്കളുമായും ചർച്ച നടത്തിയിട്ടും പരിഹാരമുണ്ടായിട്ടില്ല. പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പരാതി നൽകിയെങ്കിലും പോലീസും കേസെടുക്കാൻ തയ്യാറായില്ലെന്നും ജലജ പറയുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ നോക്കി നിൽക്കെയാണ് അതിക്രമങ്ങൾ നടന്നതെന്ന് പറയുന്ന ജലജയും സംഘവും മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടുണ്ടെന്നും വ്യക്തമാക്കി. ലെവിൻ K. വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.